Hello friends, welcome back to another video. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വടകപുളി അച്ചാറാണ്. നമ്മൾ സദ്യയ്ക്ക് പോയാലോ ഓണത്തിനായാലോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ്. സാധാരണ വീട്ടിലുള്ള എന്നും ഇടുന്നതല്ല, സദ്യയ്ക്കും ഓണത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് വടകപുളി, വലുതല്ല, ഇതൊരു മീഡിയം ടൈപ്പാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം 1 കിലോ കാണും. പക്ഷേ ഇതിൻ്റെ തൊലി കളഞ്ഞ് വരുമ്പോൾ ഒരു 1/2 കിലോ താഴെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര തിക്കായിട്ടുള്ള തൊലിയുള്ളതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ 1 കിലോ വടകപുളിയാണ്, നാരങ്ങയാണ് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നാരങ്ങ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ ചിലർ വെള്ളക്കിടുകയും ചെയ്യും. എന്ന് വെച്ചാൽ മുളക് പൊടി ചേർക്കാതെ ഗ്രീൻ ചില്ലി മാത്രം ഇട്ടെടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേയേറെ ഗ്രീൻ ചില്ലി ചേർക്കേണ്ടി വരും. ഇത് ഞാൻ മുളക് പൊടി ചേർത്താണ് ഇടുന്നത്, അതുകൊണ്ട് കുറച്ച് മാത്രമേ പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇതിനുശേഷം നമ്മൾ പാനിനകത്തെ കുറിച്ച് എള്ളെണ്ണ എടുത്തിട്ട് കടുക് പൊട്ടിക്കുക. അച്ചാറിനല്ല എള്ളെണ്ണയാണ് നല്ലത്. പിന്നെ എള്ളെണ്ണ നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഉള്ള എണ്ണ ഉപയോഗിക്കുക. പക്ഷേ എള്ളെണ്ണയാണ് എപ്പോഴും ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നത് അച്ചാറിനല്ല. എന്നിട്ട് ആ എണ്ണ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരായിട്ട് ചൂടാക്കിയെടുക്കുക. ആ വെളുത്തുള്ളിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ എല്ലാം പച്ചമണം മാറി നന്നായിട്ടൊന്ന് പുറമെല്ലാം വാടി വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേന് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതിനുശേഷം ആവശ്യമുള്ള കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുക. ഞാനൊരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 1 കിലോ നാരങ്ങ ഉണ്ടായിരുന്നു. നാരങ്ങ ചെത്തി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 1/2 കിലോ, ഞാൻ തൂക്കി നോക്കിയില്ല, ഏകദേശം ഒരു 1/2 കിലോ നാരങ്ങയെ ഉണ്ടാവുള്ളൂ. അതിനാണ് ഞാൻ ഇത്ര ഉപയോഗിക്കുന്നത്. നല്ല പുളിയുള്ള നാരങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ 5 ടീസ്പൂണ് മുളക് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ശകലം കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഒരുപാട് ഇടരുത്, ഉലുവാപ്പൊടി ഒരുപാട് ഇട്ടാൽ കഴിക്കും. ഉലുവാപ്പൊടി ഇട്ടെങ്കിലേ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇടണം. അത് കൂടിപ്പോകരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ അച്ചാർ കഴിക്കും. അതും കൂട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഈ മസാലയെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുക. കാരണം നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണമെന്നില്ല. ഈ മസാല നാരങ്ങയോട് മിക്സ് ചെയ്ത് ചൂടാകാതെ വേണമെങ്കിൽ എടുക്കാം. കുറേ നാൾ വെക്കാനാണെങ്കിൽ, നാരങ്ങ കറിയായിട്ട് പെട്ടെന്ന് കൂട്ടാനാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് അവിടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് ഒന്ന് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചോട്ട് അന്നേരം പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടാം. ഒരുപാട് നാൾ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, അന്നേരം തന്നെ കൂട്ടാം. നല്ല പുളിയുള്ള നാരങ്ങയാണ് വടകപുളി, നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കുക.
ഇപ്പോൾ നമുക്ക് കാണാം നാരങ്ങയെല്ലാം കിടന്ന വെള്ളത്തിനകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പ്രത്യേകിച്ച് വിനാഗിരി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഒരുപാട് നാൾ വെച്ചേക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ആകെ 1/2 കിലോ നാരങ്ങയുള്ളൂ. നിങ്ങൾ വെച്ചേക്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ മസാലയ്ക്കകത്തേക്ക് നാരങ്ങയായിട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി വിനാഗിരിയുടെ വേണമെങ്കിൽ ഒഴിക്കുക. വിനാഗിരിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല പുളിയുള്ള നാരങ്ങയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.